ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ കാണുന്ന പോലെയല്ല പുറത്ത്, നല്ല തണുപ്പുണ്ട്, 1 ഡിഗ്രി അപ്പുറത്ത്. പിന്നെ ഇപ്പോൾ ലഞ്ച് കഴിക്കാൻ ടൈമായി വരുന്നു. സോ ഐ തോട്ട് ഐ വിൽ മേക്ക് സം ചീരത്തോരൻ. ഓ സോറി, ഇത് ചീരയല്ല കേട്ടോ, ഇത് പാലക്ക. അപ്പം ഞാൻ പാലക്കുമായിട്ട് നടത്താൻ പോകുന്ന മൽപ്പിടുത്തമാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇതിന് ശേഷം ഞാൻ ഈ പാലക്ക് നല്ല വൃത്തിക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇനി കട്ടിങ്ങും ഷേവിങ്ങും കഴിഞ്ഞിട്ടുള്ള കിച്ചണിൻ്റെ കോലമാണ് നിങ്ങൾ കാണുന്നത്. ഇത് ക്ലീൻ ചെയ്യാൻ തന്നെ നല്ല ടൈം എടുക്കും. ഇനി ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നതെന്നുള്ളതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് കാണുന്ന എല്ലാ അമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ഇത് വീട്ടിൽ അനുകരിക്കരുത്. എനിക്കറിയാവുന്ന രീതിയിലാണ് കുക്ക് ചെയ്യുന്നത്. ഞാൻ ആക്ച്വലി UK വന്നതിന് ശേഷമാണ് കുക്കിംഗ് തന്നെ ചെയ്യാൻ തുടങ്ങിയത്. കാരണം അങ്ങനെ ചെയ്തേ പറ്റൂ. കഞ്ഞി കുടിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഓർത്തത്, ഞാൻ എങ്ങനെയാണ് ചീരത്തോരൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാമെന്ന്. സോ അങ്ങനെ ഞാൻ ചീര ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി ഗൈസ്. ഞാൻ പിന്നെ എങ്ങനെയൊക്കെയോ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്ത് കൊള്ളില്ലായിരുന്നു. പിന്നെ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇത് ചീര ഇതിൻ്റെ അകത്ത് ഇട്ടത്. എന്നിട്ട് ഞാൻ ഇത് മൂടി വെച്ചു. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വിശന്നു ഗൈസ്. അപ്പം ഞാൻ 2 പീസ് എടുത്ത് കഴിച്ചു. ഇതിന് ശേഷം ബാക്കി കുക്കിംഗ് വീഡിയോയിലേക്ക്. അങ്ങനെ ഈ ചീരയ്ക്കകത്ത് ഞാൻ തേങ്ങാപ്പീര ഇട്ടു. കണ്ടില്ലേ ഗൈസ്, തേങ്ങാപ്പീര ഇട്ടത്. ഇവിടെ ഫ്രോസൺ കോക്കനട്ടാണ് ഞങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുന്നത്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു. അത്രയേ ഉള്ളൂ ഗൈസ്. വളരെ സിമ്പിളാണ്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഇതാണ് എൻ്റെ ഫൈനൽ ഔട്ട്പുട്ട്. ഭയങ്കര സിമ്പിളാണ്.